السلام عليكم ورحمة الله. كيف حالكم وشخباركم وعساكم طيبين. أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع ഫൈസി. അറബികളോട് ശരിയായ രീതിയിൽ അറബി സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ഫൈസൽ. ലെറ്റ്സ് ലേൺ അറബിക് വിത്ത് ഫൈസി. കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി വെച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒരു 5 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 5 ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ കുടുംബക്കാരോ ആരെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ട്, പഠനത്തിനോ അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനോ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് പുറപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോൾ നമ്മൾ ചോദിക്കുക, എപ്പോഴാണ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അറബിയിൽ അതെങ്ങനെയാണ് ചോദിക്കുക, നീ എപ്പോഴാണ് പുറപ്പെടുന്നത്, എപ്പോഴാണ് നീ ഇറങ്ങുന്നത് എന്ന്. കാരണം നമുക്കൊരു അറബി സുഹൃത്തുണ്ട്, നമ്മൾ അറബി സുഹൃത്തുമായിട്ട് പുറത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ കയ്യിലാണ് ചിലപ്പോൾ കാർ ഉണ്ടാവുക. അപ്പോൾ ആ കാറിൽ ഒരുമിച്ച് പോകാനായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ആ അറബി സുഹൃത്തിനോട് ചോദിക്കണം, നീ എപ്പോഴാണ് പുറപ്പെടുന്നത്, നീ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്ന്. അപ്പോൾ അതിന് നമുക്ക് 2 വാക്കുകൾ നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കാം. അതിനു മുമ്പ് ലിറ്ററൽ അറബിയിൽ, അതായത് ഫുസ്ഹയിൽ ഉപയോഗിക്കുന്ന ഒരു 2 വാക്കുകൾ, അതായത് ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു, പോയി എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഒരു കോമൺ ആയിട്ടുള്ളൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ദഹബ എന്നുള്ളൊരു വാക്കാണ്. അതായത് പോയി എന്നാണ് ദഹബ എന്ന് പറഞ്ഞാൽ അർത്ഥം, ദഹബ പോയി. മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഖറജ എന്ന വാക്കാണ്. ഖറജ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഒരു സ്ഥലത്ത്, അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു എന്നുള്ളതാണ് ഖറജ എന്ന് പറയാം. ഖറജ. മറ്റൊരു വാക്ക് കുറച്ചുകൂടി ഫോമായിട്ടുള്ളൊരു വാക്കാണ് ഗാദറ എന്ന് പറയും. ഗാദറ, അത് കുറച്ച് ദൂരേക്കുള്ളൊരു യാത്ര പുറപ്പെടുക എന്നുള്ളതിന്. ശരിക്കും പിന്നെ ഈ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ യാത്ര പോകുക അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര പോകുക എന്നുള്ളതിനൊക്കെ ഗാദറ എന്ന് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ 2 കവാടങ്ങളുണ്ടാവും, ഒന്ന് അകത്തേക്ക് കയറാനും ഒന്ന് പുറത്തേക്ക് പോകാനും. ആ 2 കവാടങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 2 വാക്കുകളുണ്ട്. ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ കൂടുതൽ വായിക്കുക, അതായത് അറൈവൽ, ഡിപ്പാർച്ചർ എന്നുള്ളത്. അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്. അതിൽ ആ എയർപോർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വാക്ക് ഒന്ന് ഖാദിമൂൻ എന്നതാണ്. ഗാദിമൂൻ. ഗാദിമൂൻ എന്ന് പറഞ്ഞാൽ വരുന്നവർ എന്നർത്ഥം, അതായത് അറൈവൽസ് ആ ഡോറിൻ്റെ മുകളിൽ കാണുന്ന ഒരു വാക്കാണ്. ഗാദിമൂൻ എന്നാണ് ഒരു വാക്ക്. മറ്റൊന്ന് ഡിപ്പാർച്ചറാണ്. ഡിപ്പാർച്ചർ എന്നുള്ളതിന് മുഗാദറ എന്നാണ് പറയാ. മുഗാദറ. മുഗാദറ. പക്ഷേ ആ എയർപോർട്ടിലെ ഡോറിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് മുഗാദിറൂൻ എന്നാണ് കാണാം. മുഗാദിറൂൻ. ഓക്കെ, മുഗാദിറൂൻ എന്ന് പറഞ്ഞാൽ പോകുന്നവർ എന്നർത്ഥം, യാത്ര ചെയ്യുന്നവർ. ഓക്കെ, അതിൽ ഇംഗ്ലീഷിൽ എഴുതുക ഡിപ്പാർച്ചേഴ്സ് എന്നാണ് എഴുതുക. അറബിയിൽ മുഗാദിറൂൻ എന്നാണ് പറയാം. മുഗാദറ എന്നും പറയാം, പക്ഷേ എയർപോർട്ടിൽ കാണുക എന്താണ്, മുഗാദിറൂൻ എന്നാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഈ ഫുസ്ഹയിൽ ലിറ്ററൽ അറബിയിൽ, അതായത് സാഹിത്യ അറബിയിൽ ഉപയോഗിക്കുന്ന പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു, യാത്ര ചെയ്തു എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അത് നമ്മൾ സ്പോക്കണിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച ഒരു വാക്കുണ്ട്, എന്താണ്, റാഹ എന്ന വാക്കാണ്. റാഹ. റാഹ എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 3-4 വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വിശദമായി തന്നെ. അത് നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റാഹ എന്നുള്ളതാണ്. മറ്റൊരു വാക്ക് ത്വലാ എന്നാണ്. ത്വലാ. ത്വലാ എന്നാണ് ഞാനിവിടെ എഴുതിയത്, പക്ഷേ ഐൻ എന്ന വാക്കാണ്. ഐൻ. ത്വലാ. ത്വലാ. അറബി എന്ന് പറയുന്ന പോലെ നമ്മൾ അറബി എന്നാ പറയാം. ശരിക്കും അറബി എന്നാണ് പറയാം. ഐൻ. ആ എന്നുള്ള ശബ്ദം, അതായത് ഹ അ, ഈ 2 അക്ഷരങ്ങളും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് നമുക്ക് ആ ശബ്ദം നമ്മൾ വരുന്നത് അറബി. ഓക്കെ, അപ്പോൾ ത്വലാ എന്നാണ് പറയാം. ത്വലാ. റാഹ എന്ന് പറഞ്ഞാൽ രണ്ടും പോയി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് വന്നു, പുറത്തേക്ക് ഇറങ്ങി എന്ന അർത്ഥത്തിലൊക്കെ ഈ ത്വലാ എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരി, അപ്പോൾ റാഹ എന്ന വാക്ക് അതിൻ്റെ വ്യത്യസ്ത ഫോമുകൾ നമുക്കറിയാലോ. പിന്നെ പോകുന്നു എന്നുള്ളതിന്
എന്താണ് യറൂഹ് എന്നാണ്. അതായത് അവൻ പോകുന്നു എന്നുള്ളതിന് യറൂഹ് എന്ന് പറയും. നീ പോകുന്നു എന്നുള്ളതിന് എന്താണ് വാക്ക്? തറൂഹ്. ഓക്കെ, തറൂഹ് എന്നാണ് ആ വാക്ക്, തറൂഹ്. ഓക്കെ, ഇനി ത്വലഅ എന്ന വാക്ക് എടുക്കുകയാണെങ്കിലോ, ത്വലഅ പോകുന്നു എന്നുള്ളതിന് യതുല. യതുല എന്നാണ് വാക്ക്. പക്ഷെ നമ്മൾ കേൾക്കുക യതുല എന്നാണ് പറയുക. യതുല എന്നാണ് കേൾക്കുക. ഓക്കെ, ത്വല എന്നാണ്, പക്ഷെ നമ്മൾ കേൾക്കുക ത്വല എന്നാണ്. എന്നുള്ള സൗണ്ടാണ് ത്വല. യതുല. ഓക്കെ, ഇനി നീ പോകുന്നു എന്ന അർത്ഥത്തിൽ എന്താണ്? തതുല എന്നാണ് പറയാ. തതുല ഞാൻ ബ്രാക്കിലിടാൻ കാരണം ആ എന്ന ശബ്ദം ചിലപ്പോൾ നമുക്ക് നമ്മൾ കേട്ട് എന്ന് വരില്ല, പക്ഷെ ഉണ്ട്. ഓക്കെ, തതുല എന്നാണ്. ഓക്കെ, ഇനി നീ പോകും എന്നുള്ളതിനോ? ഓക്കെ, പോകും എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആയി. അപ്പോൾ അതിന് നമ്മൾ എന്താണ്, ഒരു ബ എന്ന ഒരക്ഷരം നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബിത്റൂഹ് എന്നാണ് നീ പോകും എന്നുള്ളതിന് നമ്മൾ പറയാം. അതുപോലെ ത്വല എന്ന വാക്കിന്റെ ഫ്യൂച്ചർ ഫോം നമ്മൾ എങ്ങനെ പറയും? ബി തതുല എന്നാണ് പറയാ. ബി തതുല. ഓക്കെ, ബി തതുല. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബി തതുല. ഇത് എന്ത് ചെയ്യണം? ഒന്ന് ഒരുമിച്ച് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ പറയും. ബിത്വല എന്ന് പറയും. ബിത്വല. ഓക്കെ, ബി തതുല. ഈ രണ്ട്, അതായത് രണ്ട് സൗണ്ടും ഈ രണ്ട് അക്ഷരങ്ങളും ഒരേ ഒരു ചെറിയ സാമ്യത ഉള്ളത് കൊണ്ട് എന്താ വെച്ചാൽ ഇത് രണ്ടും ജോയിൻ്റ് ആവും. അങ്ങനെയാണ് താത്തു എന്നുള്ളത് ത്വ എന്ന രൂപത്തിലേക്ക് വരുന്നത്. അതാണ് ബിത്വല എന്ന് പറയുന്നത്. ബിത്വല. ഓക്കെ, ബിത്വല. അപ്പൊ എന്തായി? നീ പോകും എന്നുള്ളതിന് നീ പോകും അല്ലെങ്കിൽ പുറപ്പെടും എന്നുള്ളതിന് എന്താണ്? ബിത്റൂഹ് അല്ലെങ്കിൽ ബിത്വല എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ളൊരു വാക്ക് കിട്ടിയല്ലോ. എന്ത്? ബിത്റൂഹ്, ബിത്വല. ഓക്കെ, നീ പോകും എന്നുള്ളതിനായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നീ എപ്പോൾ പോകും, അല്ലെങ്കിൽ നീ എപ്പോൾ പുറപ്പെടും, അല്ലെങ്കിൽ നീ എപ്പോൾ ഇറങ്ങും, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാം. അപ്പൊ അതിന് ഇനി എന്താ നമുക്ക് ആവശ്യമുള്ളത്? എപ്പോൾ എന്ന വാക്കാണ്. ഓക്കെ, എപ്പോൾ എന്നുള്ളതിന് നമ്മൾ പറയുന്ന വാക്കാണ് എന്താണ്? മെഥ എന്നാണ്. മെഥ ബിത്വല. ഓക്കെ, ഒരു സൈലന്റ് ആയിട്ട് ഇവിടെ കടന്നോട്ടെ. മെഥ ബിത്വല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ എന്തായി? ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചാൽ എന്തായി? മെഥ ബിത്വല എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാണ് പുറപ്പെടുക, നീ എപ്പോഴാണ് ഇറങ്ങുക. അല്ലെങ്കിൽ മെഥ എന്താണ്? ബിത്വല എന്നതിന്റെ സ്ഥാനത്ത് എന്തായി? ബിത്റൂഹ്. മെഥ ബിത്റൂഹ് എന്ന് ചോദിച്ചാൽ നീ എപ്പോഴാണ് പോവുക, പുറപ്പെടുക, ഇറങ്ങുക. മെഥ ബിത്വല ഇതേ സെയിം അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ നീ എപ്പോഴാണ് പുറപ്പെടുക അല്ലെങ്കിൽ നീ എപ്പോഴാണ് പോവുക എന്നതിൻ്റെ അറബി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോറിൻ്റെ അരികിലുണ്ട് എന്നെങ്ങനെ പറയാം? അപ്പോൾ ഒരു സാധനം ഡോറിൻ്റെ അരികിലുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം ഡോറിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറബിയോട് ചിലപ്പോൾ പറയേണ്ടി വരും. ഒന്ന് ചോദിക്കും, ആ സാധനം എവിടെ എന്ന് ചോദിച്ചാൽ ആ ഡോറിൻ്റെ അരികിലുണ്ട് എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ എങ്ങനെ പറയണം എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാവുന്ന വാക്ക് നോക്കിയാൽ ഡോർ എന്നുള്ളതിന് എന്താ വാക്ക്? ഡോർ എന്നുള്ളതിന് അൽബാബ് എന്നാണ് പറയുക. അൽബാബ്. നമ്മൾ ഗേറ്റ് എന്ന് പറയില്ല, ഗേറ്റ് എന്നുള്ളതിന് ബവാബ എന്നാണ് പറയാം. ബവാബ. അൽബാബ് എന്ന് പറഞ്ഞാൽ സാധാ ഡോറാണ്. ബവാബ എന്ന് പറഞ്ഞാൽ ഗേറ്റിനാണ് ബവാബ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത്, അരികെ എന്നുള്ളതിന് ഐന്ദ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഐന്ദ, അവിടെ ഐനാണ്. ഐന്ദ. ഓക്കെ, ഐന്ദ എന്ന് പറഞ്ഞാൽ നിയർ, അതിൻ്റെ അടുത്തുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി ഡോറിൻ്റെ അടുത്തുണ്ട്, ഡോറിൻ്റെ അരികിലുണ്ട്. അപ്പോൾ ഉണ്ട് എന്ന വാക്ക് നമുക്കാണ്. ഉണ്ട്. ഓക്കെ,
ഉണ്ട് എന്ന് പറയാൻ രണ്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് അറിയാവുന്ന വാക്കാണ് എന്ത്? മൗജൂദ്. മൗജൂദ് മൗജൂദ് ഓക്കെ. അതേപോലെ ഈ മൗജൂദ് എന്നുള്ളത് ജ എന്ന മറ്റു മൗഗൂദ് എന്ന് പറയാം. ഈ മസ്രികളൊക്കെ, അതായത് മിസ്രികളൊക്കെ ചിലപ്പോൾ മൗഗൂദ് എന്നാ പറയാം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, മൗജൂദ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വാക്ക്. മൗഗൂദ് എന്നും നമുക്ക് കേൾക്കാവുന്നതാണ്. മറ്റൊരു വാക്ക് എന്താണ്? ഫീ എന്നാണ്. ഫീ ഫീ മാഫി, മാഫി മുഷ്കിൽ, മാഫി മഹലും എന്നൊക്കെ നമ്മൾ കൂടുതൽ പറയാറുണ്ട്. മാഫി മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ഫീ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥമാണ്. ഓക്കെ, ഇനി ഫീ എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഒരു കാര്യത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ ഇൽ എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യും? പിന്നെ സമയത്തിനുള്ളിൽ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞാൽ ഫിൽ ബൈത്ത്, വീട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻ എന്ന അർത്ഥത്തിൽ ഫീ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടർത്ഥത്തിലുണ്ട്, ഉണ്ട് എന്ന അർത്ഥത്തിലും ഇൽ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് ഫീ, മൗജൂദ് രണ്ട് വാക്കുകളാണ്. ഇനി എന്താണ്? ഡോറിൻ്റെ അരികിൽ ഉണ്ട് എന്നുള്ളതിനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ഫീ അല്ലെങ്കിൽ മൗജൂദ് ആദ്യം നമുക്ക് ചേർക്കാം. എന്ന് പറഞ്ഞാൽ മൗജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ. ഓക്കെ, എവിടെയാണ് ഉള്ളത്? അടുത്തുണ്ട്. ഓക്കെ, ഇന്ദ, എന്തിൻ്റെ അടുത്താണ്? അൽ ബാബ്. ഓക്കെ, അപ്പോൾ ഇത് ഒരുമിച്ച് എന്ത് പറഞ്ഞാൽ മതി? ഇൻദൽ ബാബ്. അപ്പോൾ ഫീ ഇൻദൽ ബാബ് അല്ലെങ്കിൽ മൗജൂദ് ഇൻദൽ ബാബ്, രണ്ട് രീതിയിലും പറഞ്ഞ എന്താ അർത്ഥം? ഡോറിൻ്റെ അരികിലുണ്ട്. ഓക്കെ, അടുത്ത ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡ് എന്ന് പറയുമല്ലോ. ഇപ്പോൾ റോഡിൻ്റെ അരികിലുണ്ട് എന്ന് പറയാൻ, റോഡിൻ്റെ അരികിലുണ്ട് അതെങ്ങനെ പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഉണ്ട് എന്നുള്ളതിന് എന്താണ് നമ്മൾ പഠിച്ച വാക്ക്? ഒന്നിന് ഫീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൗജൂദ് ഉപയോഗിക്കാം. ഫീ അല്ലെങ്കിൽ മൗജൂദ്. ഓക്കെ, റോഡ്, വഴി എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് വാക്കുണ്ട്. ഒന്നില്ലെങ്കിൽ ത്വരീഖ് എന്ന് പറയാം. ഓക്കെ, ത്വരീഖ്. ഇപ്പോൾ നമ്മൾ പറയും ഓഫീസിലേക്ക് ഇപ്പോൾ വരികയാണ്, അപ്പോൾ കുറച്ച് വൈകി കഴിഞ്ഞ് നമ്മൾ പറയുകയാണത് അനജായ്, അനജായ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അന ഫി ത്വരീഖ്, ഞാൻ വഴിയിലാണ്, ഐ എം ഓൺ മൈ വേ എന്നൊക്കെ പറയാൻ ത്വരീഖ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ മറ്റൊരു വാക്കാണ് ഷാരിയ എന്ന് പറയും. ഷാരിയ, ഷാരിയ, ഷാരിയ. ഓക്കെ, ഈ സ്ട്രീറ്റ് എന്നുള്ളതിന് ഷാരിയ ഉപയോഗിക്കലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഏത് ഷാരിയ എന്ന് പറയാനായിട്ട്, അതായത് ഏത് വഴിയാണ്, ഏത് റോഡാണ്, അല്ലെങ്കിൽ ഏത് സ്ട്രീറ്റാണ് എന്ന് പറയാനായിട്ട് എന്ത് ഷാരിയ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് എൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്നുള്ളതാണ് ഹയ്യ് എന്ന് പറയും. ഓക്കെ, ഹയ്യ്, ഹയ്യ്. ഇപ്പോൾ ഹയ്യൽ നൂർ എന്നൊക്കെ കേൾക്കണം, ഹയ്യൽ നൂർ. അതേപോലെ ഹയ്യ് ത്വരീഖ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയുടെ ഒരു ഓരോ എന്താണ് ഒരു സ്ട്രീറ്റ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഹയ്യ്. ആ ഒരു ഏരിയ എന്നൊക്കെ പറയില്ല, അതിനാണ് ഹയ്യ് എന്ന് പറയാം. ഇപ്പോൾ നൂർ എന്ന ഒരു ഏരിയ, ആ സ്ട്രീറ്റ് എന്ന അർത്ഥത്തിലും ഹയ്യ് ഉപയോഗിക്കേണ്ട ആ ഒരു സ്ഥലം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ത്വരീഖ് അല്ലെങ്കിൽ ഷാരിയ മതി, തൽക്കാലം ത്വരീഖ് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫീ അല്ലെങ്കിൽ മൗജൂദ് അവിടെ ഉണ്ട്. അപ്പോൾ റോഡിൻ്റെ അല്ലെങ്കിൽ വഴിയുടെ അരികെ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അരികെ എന്ന് പറയാൻ എന്താണ്? റോഡ് സൈഡ് എന്ന് പറയാൻ രണ്ട് വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ജാനിബ് അല്ലെങ്കിൽ ജംബ്. ജൻബ് എന്നാണ് അത്. നമുക്ക് പറയുമ്പോൾ എന്താണ്? ജംബ്, ജംബ് എന്ന് പറയും. ജംബ് അതായത് നൂൻ ബ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വന്നാൽ ആ നൂനിന് മീമിൻ്റെ സൗണ്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, ജംബ്, അങ്ങനെയാണ് അറബികളും പറയുക. ജംബ്, ജൻബ് എന്ന് പറയില്ല, ജംബ് എന്നാണ് പറയുക. ജാനിബ് അല്ലെങ്കിൽ ജംബ് എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടയുടെ ഒരു വശത്ത്, ഒരു സൈഡിൽ, ആ കടയുടെ സൈഡിൽ എന്നൊക്കെ പറയാൻ എന്താണ്? ജാനിബുൽ മഹൽ എന്ന് പറയാം, അല്ലെങ്കിൽ ജംബൽ മഹൽ എന്ന് പറയാം. അത് ആ കടയുടെ സൈഡിൽ തന്നെയാണ് എന്ന് പറയാം. വേറൊരു കടയെക്കുറിച്ച് പറയാൻ അത് മറ്റേ ഒരു കടയുടെ സൈഡിൽ തന്നെയാണ്. ഓക്കെ, ജംബ് ഹാദൽ മഹൽ, ജംബ് ഹാദൽ മഹൽ, ആ കടയുടെ വശത്ത്. ഇപ്പോൾ പള്ളിയൊക്കെ ചോദിച്ചാൽ വരികയാണെന്നുണ്ടെങ്കിൽ അൽ മസ്ജിദ് ഫി മൗജൂദ് ജംബ് ഹാദൽ മഹൽ, ആ കടയുടെ അടുത്ത് പള്ളിയുണ്ട്, അല്ലെ ആ വശത്ത് പള്ളിയുണ്ട് എന്നാണ്. അടുത്ത് എന്നുള്ളതല്ല, ആ പള്ളിയുടെ വശത്ത് അല്ലെങ്കിൽ സൈഡിൽ പള്ളിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വഴി വേറെയുണ്ട്. ആ ത്വരീഖ് മൗജൂദ് ജംബ ഹാദൽ മഹൽ, ആ വഴി, ആ കടയുടെ സൈഡിൽ എന്താണ് ഒരു വഴി അവിടെ ഉണ്ട് എന്ന് പറയാൻ.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വാക്കുകൊണ്ടിലും ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ ജാനിബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജംബ് ഉപയോഗിക്കാം. അപ്പോൾ ഫി ജാനിബ് ത്വരീഖ്, ഫി ജാനിബ് ത്വരീഖ്, ആ വഴിയുടെ സൈഡിൽ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫി ജംബ് ത്വരീഖ്. ഓക്കെ, അന മൗജൂദ് ഫി ജാനിബ് ത്വരീഖ് എന്ന് പറയും, ഞാൻ ആ വഴിയുടെ അരികിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അന മൗജൂദ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ട് എന്നർത്ഥത്തിൽ, അന മൗജൂദ്. അപ്പോൾ ഫി ജാനിബ് ത്വരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വഴിയുടെ അരികിൽ, ഇൽ എന്നർത്ഥത്തിലാണ് ആ ഫി നമ്മൾ ഉപയോഗിക്കുന്നത്. അന മൗജൂദ് ഫി ജാനിബ് ത്വരീഖ്, അല്ലെങ്കിൽ അന മൗജൂദ് ജാനിബ് ത്വരീഖ് എന്ന് പറഞ്ഞാൽ മതി, ഫി വേണമെന്നില്ല. അന മൗജൂദ് ജാനിബ് ത്വരീഖ്, അല്ലെങ്കിൽ അന മൗജൂദ് ജംബ ത്വരീഖ്, ആ വഴിയുടെ സൈഡിൽ ഞാനുണ്ട്. ഓക്കെ, ഞാനവിടെ നിൽപ്പുണ്ട് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് റോഡ്, അരികിൽ എന്ന ഉപയോഗിക്കുന്ന രണ്ട് വാക്ക് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മളുടെ വാക്ക്, ആ ഒരു സെൻറ്റൻസ് നമുക്ക് പറയാവുന്നതാണ്. അടുത്തൊരു സംശയം, അത് വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ഓക്കെ, ചോദ്യം ഇതാണ്: നിന്നെ കാണാൻ പൂതിയാവുന്നു, അതെങ്ങനെയാണ് പറയാന്നുള്ളത്. അത് ആരോട് പറയുന്നതാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും സംശയം ചോദിച്ചാൽ പിന്നെ മറുപടി പറയണമല്ലോ. ഓക്കെ, അപ്പോൾ നിന്നെ കാണാൻ പൂതിയാവുന്നു എന്നെങ്ങനെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ പൂതിയാവുന്നു എന്ന് പറഞ്ഞാൽ, പൂതി എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥത്തിലൊക്കെ പറയാം. അപ്പോൾ എനിക്ക് നിന്നെ കാണണം എന്നർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കാണണം, ഇതാണ് അതിൻ്റെ ഒരു ആശയം. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു 2-3 വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ആദ്യം തന്നെ എന്താ, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, പൂതി ഉണ്ടെന്ന് ഉദ്ദേശിച്ചാൽ എനിക്ക് നിന്നെ കാണണമെന്നുണ്ട് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അബ്ഗ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അബ്ഗ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അർത്ഥത്തിലും പറയാം. ഇല്ലെങ്കിൽ വഹിബ് എന്ന് പറയാം. വഹിബ് ഒരു 2 ബ എന്ന രൂപത്തിലുണ്ട്. ഓക്കെ, വഹിബ് എന്ന് പറഞ്ഞാൽ ഐ ലവ് എന്ന് പറയില്ല, ഐ ലവ് അല്ലെങ്കിൽ ഐ ലൈക്ക് എന്ന അർത്ഥത്തിലും പറയും വഹിബ്. ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന അർത്ഥത്തിൽ. മറ്റൊന്ന് പിന്നെ അവദ് എന്ന് പറയാം. അവദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, എനിക്ക് കാണാൻ വല്ലാതെ ഒരു ആഗ്രഹമുണ്ട്, വല്ലാതെ ഒരു ഇഷ്ടമുണ്ട്, കാണാൻ ഇഷ്ടമുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, പിന്നെ മറ്റൊരു വാക്കെന്ന് വെച്ചാൽ റാഗിബ് എന്നർത്ഥമുണ്ട്. ഓക്കെ, റാഗിബ് ഫീ എന്നാണ് പറയാം. ഓക്കെ, റാഗിബ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹമുണ്ട് എന്നർത്ഥത്തിലാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ റാഗിബ് ഫീ എന്ന് പറഞ്ഞാൽ കാണാൻ എനിക്ക് ആഗ്രഹമുള്ളവനാണ് എന്നർത്ഥത്തിലാണ്. എന്നാൽ ഈ ഫീ എന്നുള്ളതിന് പകരം ഒരു അൻ ചേർത്ത് കഴിഞ്ഞാൽ, റാഗിബ് അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുക്കുന്നു എന്നാണ്. അതാണ് ഈ വാക്കിൻ്റെ ഒരു രസം. ഓക്കെ, റാഗിബ് ഫീ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റഗിബ ഫീ അല്ലെങ്കിൽ റഗീബ്ത് ഫീ, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നർത്ഥത്തിലാണ്. റഗീബ്ത് അൻ അല്ലെങ്കിൽ റഗിബ അൻ അല്ലെങ്കിൽ റാഗിബ് അൻ എന്നൊക്കെ പറഞ്ഞാൽ വെറുക്കുന്നു എന്നാണ്. ഓക്കെ, അതാണ് ഒരു അറബിയുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അറബികളോടാണല്ലോ നമ്മൾ പറയുന്നത്, അപ്പോൾ കുറച്ച് നോക്കി കണ്ടൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ്. ഓക്കെ, അബ്ഗ അല്ലെങ്കിൽ വഹിബ് അല്ലെങ്കിൽ അവദ്, ഓക്കെ, ഉപയോഗിക്കാം. ഇനി എന്താണ്, താങ്കളെ കാണാൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ കാണാൻ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ പറയാം. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു വാക്കാണ്. ഇപ്പോൾ ഞാൻ താങ്കളെ കാണാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചൊരു വാക്കാണ് എന്ത്, അൽതഗീബക് എന്നുള്ളത്. അൽതഗീബക്. ഓക്കെ, അപ്പോൾ അബ്ഗ അൽതഗീബക്, താങ്കളെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വഹിബ് അൽതഗീബക്. ഓക്കെ, എനിക്ക് താങ്കളെ കാണണമെന്നുണ്ടെങ്കിൽ വല്ലാതെ ഒരു പൂതിയുണ്ട് എന്നർത്ഥത്തിൽ. അല്ലെങ്കിൽ അവദ് അൽതഗീബക്, താങ്കളെ ഞാൻ കാണാൻ, ഐ ലവ് ടു മീറ്റ് യു, താങ്കളൊന്ന് കാണാൻ എനിക്ക് ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അഷൂഫുക് എന്ന് പറയാം. ഷൂഫ് എന്നൊക്കെ നമ്മൾ കൂടുതൽ പറയാറില്ല, ഷൂഫ് നോക്ക് എന്ന് പറയാനായിട്ട്. ഓക്കെ, ഇൻത ഷൂഫ് അനഷൂഫ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അഷൂഫുക് എന്ന് പറഞ്ഞാൽ പിന്നെ താങ്കളെ എനിക്ക് കാണാൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ അബ്ഗ അൽതഗീബിക് അല്ലെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ അബ്ഗ അഷൂഫുക്, എനിക്ക് താങ്കളെ കാണാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വഹിബ് അൽതഗീബക് അല്ലെങ്കിൽ വഹിബ് അഷൂഫുക്, അല്ലെങ്കിൽ അവദ് അൽതഗീബക് അല്ലെങ്കിൽ അവദ് അഷൂഫുക്, താങ്കളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് താങ്കളെ കാണാൻ പൂതിയാവുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെ കാണാൻ പൂതിയാവുന്നുണ്ട്,
അതൊക്കെ ഒരു രസം, ഒരു തമാശ രൂപത്തിൽ നമ്മൾ പറയുന്നുണ്ട്, രസം കൂടുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ അത് ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അറബിയിൽ പറയാവുന്നതാണ്. അടുത്ത ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാളെ എത്ര മണിക്ക് അവിടെ വരണം എന്നുള്ളതാണ്. ഞാൻ നാളെ എത്ര മണിക്ക് അവിടെ വരണം എന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് ചെറിയൊരു ലെങ്ത് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് ഈ ചോദ്യം ഞാൻ അവസാനം തന്നെ ഇട്ടത്. അപ്പോൾ നാളെ ഞാൻ എത്ര മണിക്ക് അവിടെ വരണം. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന വാക്കുകൾ ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഞാൻ എന്നുള്ള വാക്ക് നമുക്കറിയാം അല്ലേ, അന. പിന്നെ സമയം, സമയത്തിന് രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് സാ എന്ന് പറയാം, അല്ലെങ്കിൽ വഖ്ത് എന്ന് പറയാം. വഖ്ത്, വഖ്ത്, ഇതിൽ വഖ്ത് എന്ന് പറയാം. വഖ്ത്, വഖ്ത്, സാ അല്ലെങ്കിൽ വഖ്ത്. ഓക്കെ, വഖ്ത്. പിന്നെ എന്താണ് ബുക്ര, എന്താണ് നാളെ എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് ബുക്ര. ഓക്കെ, ഇനി വരിക എന്നുള്ളതിന് എന്താണ് നമുക്കറിയാവുന്ന വാക്കുന്നുണ്ട്. വന്നു എന്നുള്ളതിന് എന്താണ് ജാ എന്നാണ്. ഓക്കെ, യജി എന്ന് പറഞ്ഞാൽ വരുന്നു എന്നാണ്, അതായത് അവൻ വരുന്നു എന്നാണ്. അപ്പം ഞാൻ വരുന്നു എന്നുള്ളതിന് ഏതാണ് വാക്ക്, അജി എന്നാണ്. അജി. ഓക്കെ, അജീഖ്, ഞാൻ നിൻ്റെ അടുത്ത് വരാം. അജീഖ് ബുക്ര, ഞാൻ നിൻ്റെ അടുത്ത് നാളെ വരാം എന്നൊക്കെ പറയാൻ അജി എന്ന വാക്ക് ഉപയോഗിക്കാം. ഓക്കെ, അജി എന്നുള്ള വാക്ക്. ശരി, ഇനി എത്ര മണിക്കാണ് എന്ന് ചോദിക്കണമല്ലോ. എത്ര മണിക്കാണ്, ഏത് സമയത്താണ്. അപ്പോൾ ഒരു ചോദ്യം രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഏത് എന്നുള്ള രൂപത്തിൽ നമുക്ക് മാ എന്ന വാക്ക് അവിടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഏത് സമയത്താണ്, അല്ലെങ്കിൽ എത്ര മണിക്കാണെന്നുള്ളത് നമുക്ക് ഏത് സമയത്താണ് എന്ന് ചോദിക്കാം. അതിനെ മൽ വഖ്ത്, മൽ വഖ്ത് എന്ന് പറയുന്നത്. മൽ വഖ്ത്, നമുക്കിങ്ങനെയൊക്കെ മൽ വഖ്ത് എന്നിരിക്കട്ടെ. മൽ വഖ്ത് പറയാൻ ഒരു എളുപ്പത്തിന് മൽ വഖ്ത്. ഓക്കെ, ഇനി ഏത് ഞാൻ വരേണ്ട സമയം ഏതാണ് എന്ന രൂപത്തിലേക്ക്, ആ രൂപത്തിലായിരിക്കും സെൻറ്റൻസ് വരിക. ഓക്കെ, നമ്മൾ ഈ മലയാളത്തിൽ ചോദിക്കുന്നത് അതേ രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ ഒരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലി എന്ന വാക്കാണ്. ഓക്കെ, ഇല്ലി, ഇല്ലി നമ്മുടെ നാട്ടിലുള്ള ഇല്ലിയല്ല, മറ്റേ ഇല്ലി കൂട്ടുണ്ടല്ലോ, ഇല്ലി, ഇല്ലിമുളം കാടുകളിൽ എന്നൊക്കെ നമുക്ക് പാട്ടുണ്ട് അല്ല മലയാളത്തിൽ. അപ്പോൾ ആ ഇല്ലി ഓർത്താൽ മതി. പക്ഷേ ഇതിൻ്റെ അർത്ഥം വേറെയാണ്. ഇല്ലി എന്ന് പറഞ്ഞാൽ ശരിക്ക് അല്ലതി എന്നാണ് സാഹിത്യ അറബിയിലുള്ളത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ വിച്ച്, വാട്ട്, വെൻ, ഇതൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ നടുക്ക്, കൺജങ്ഷൻസ് എന്ന് പറയും, സെൻറ്റൻസിൻ്റെ നടുക്ക് ഉപയോഗിക്കുന്ന സംഗതിയുണ്ട്, ഒരു ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ന സാധനം, ഇപ്പോൾ ഞാൻ ഇരുന്ന സ്ഥലം അല്ലെങ്കിൽ ഞാൻ പോയ സ്ഥലം, ദ പ്ലേസ് വേർ ഐ ട്രാവൽഡ് ലാസ്റ്റ് ഇയർ, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ട്രാവൽ ചെയ്ത സ്ഥലം. അപ്പോൾ അവിടെ വേർ എന്നുള്ളത് ചോദ്യ രൂപത്തിലല്ല, ഞാൻ പോയ സ്ഥലം അല്ലെങ്കിൽ എന്ന രൂപത്തിൽ അവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇല്ലി എന്നുള്ളതിന് കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മൽ വഖ്ത്, ഏത് സമയം. അപ്പോൾ ആ സമയത്തെക്കുറിച്ച് പറയാം, ഇല്ലി. അപ്പോൾ ഏതാണ് ആ സമയം, ഇല്ലി എന്നുള്ളത്. ഇല്ലി അജി ഫി, ഇതാണ് ആ സെൻറ്റൻസ്. ഇല്ലി അജി ഫി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ വരുന്നു എന്നാണ്. മൽ വഖ്ത്, ഏതാണ് സമയം. ഇല്ലി അജി ഫി, ആ സമയത്ത് ഞാൻ വരുന്നു. ആ സമയത്ത് ഞാൻ വരുന്നു, ഇങ്ങനെയാണ് സെൻറ്റൻസ് വരിക. അപ്പോൾ ഒരുമിച്ച് ശരിക്കും സെൻറ്റൻസ് എന്താ അർത്ഥം, ഞാൻ വരേണ്ട സമയം ഏതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഞാൻ വരേണ്ട സമയം എത്രയാണ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, ഇനി എവിടെ, ഹിനാക്ക്, ഹിനാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ. അപ്പോൾ മൽ വഖ്ത് ഇല്ലി അജി ഫി ഹിനാക്ക്, ഞാൻ അവിടെ വരേണ്ട സമയം എത്രയാണ്, എപ്പോഴാണ്. ബുക്ര, ബുക്ര നാളെ. ഓക്കെ, അപ്പോൾ മൽ വഖ്ത് എത്രയാണ് സമയം, അല്ലെ ഏതാണ് സമയം. ഇല്ലി അജീഫി, ഇല്ലി അജീഫി ഞാൻ വരേണ്ട സമയം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഇല്ലി അജീഫി ഹിനാക്ക് ബുക്ര, നാളെ ഞാൻ അവിടെ വരേണ്ട സമയം എത്രയാണ്. ഇനി ഈ അജി എന്ന വാക്കിന് പകരം വേറെ ഒന്നുകൂടി ഉപയോഗിക്കാം, അകൂൻ എന്നുള്ളത്. അകൂൻ. അപ്പോൾ മൽ വഖ്ത് ഇല്ലി അകൂൻ ഫി ഹിനാക്ക് ബുക്ര, ഞാൻ നാളെ അവിടെ വരേണ്ട, അല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ എത്തേണ്ട, അല്ലെങ്കിൽ നാളെ ഞാൻ ഉണ്ടായിരിക്കേണ്ട സമയം എത്രയാണ് എന്നർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ മൽ വഖ്ത് ഇല്ലി അജി ഫി ഹിനാക്ക് ബുക്ര,
നാളെ ഞാൻ അവിടെ എത്തേണ്ട സമയം, അല്ലെങ്കിൽ മൽ വഖ്ത് ഇല്ലി അകൂൻ ഫീഹി ബുക്ര, നാളെ ഞാൻ അവിടെ ഉണ്ടായിരിക്കേണ്ട സമയം എത്രയാണ് എന്നുള്ളത് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, നമുക്ക് അറബിയിൽ ചോദിക്കാൻ പറ്റുക. അപ്പോൾ ഇന്ന് 5 സംശയങ്ങളും അതിൻ്റെ മറുപടികളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആ വിശദീകരിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പതിവ് പോലെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, അത് വീണ്ടും കാണുക, എന്നിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ടും അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അതിനെപ്പറ്റി ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, ഇനി സംശയങ്ങൾ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടുതലായി കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം അറബി സംസാരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്ക് ഇത് എത്തിക്കുക. അവർക്ക് അറബി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കാൻ ഈ വീഡിയോകൾ സഹായകമാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്കിനി ലിസണിങ് പ്രാക്ടീസിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ അറബിയിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും, അവരാരെങ്കിലും പറയുമ്പോൾ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിസണിങ് പ്രാക്ടീസ് തീർച്ചയായും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ ലിസണിങ് പ്രാക്ടീസിനുള്ള ചില സംഗതികളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ചില പാർക്കിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ വരുന്ന വഴിക്ക് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന ചില സംഗതികൾ, ചില കാര്യങ്ങൾ ഒക്കെ നമുക്ക് എങ്ങനെ അറബിയിൽ സിമ്പിളായിട്ടൊക്കെ നമുക്ക് പറയാം, ഒരു അറബി സുഹൃത്തിനോട് എങ്ങനെ നമുക്കത് അതിൻ്റെ ഒരു രസം പോവാതെയൊക്കെ എങ്ങനെ പറയാൻ കഴിയും, അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.